ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നയന ആദർശനോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ സ്വഭാവം ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ തോന്നുകയാണ് ആദർശ് ഏട്ടാന്ന് പറയുന്നത്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നീ ഒന്നും സത്യങ്ങൾ പറയേണ്ട നയനെ, അപ്പോഴും നമുക്കല്ലേ ബുദ്ധിമുട്ട്. മുത്തശ്ശനും മുത്തശ്ശിയും അബിയെ ദത്തെടുത്തതാന്നുള്ള വിചാരം അവനില്ല. അവന് ആ നന്ദിയെങ്കിലും അവരോട് കാണിക്കേണ്ട. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, അപ്പച്ചിയുടെ മനസ്സിലാണെങ്കിൽ അവർ വലിഞ്ഞ് കയറി വന്നതാന്നുള്ള ഒരു വിചാരമാണ്. ആ കോംപ്ലക്സ് അവരുടെ മനസ്സിലുള്ള കാലം അവർ നന്നാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിനവിയോട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമല്ല, നീയും കുഞ്ഞും അമ്മയും പിന്നെ എൻ്റെ സിംഗപ്പൂരിൽ നിന്ന് വരുന്ന എൻ്റെ പെങ്ങളും എൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമേ എൻ്റെ വിചാരമുള്ളൂ. നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നാൽ പിന്നെ എനിക്കൊന്നിനും പേടിക്കാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു നമ്മുടെ നവീൻ്റെ വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നിനക്ക് ഈ ജോലിയിൽ നിന്ന് വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവീൻ്റെ അമ്മ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എനിക്ക് ഈ ജോലി ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ട് ആൻറ്റി, ആരും എന്നെ എതിർക്കില്ല, ഒന്നുമില്ല, പിന്നെ അമ്മായിമ്മയുടെ ശല്യം സഹിക്കേണ്ട, ആരുടെയും ശല്യം സഹിക്കേണ്ട, എനിക്ക് ആരോടും ഒരിക്കലും ഒന്നിനും കടപ്പാട് വേണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ആദർശൻ നയനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒന്ന് ദുബായ് വരെ പോകേണ്ടി വരും, അവിടുന്ന് ജീവ വിളിച്ചിരുന്നു, അവിടുത്തെ കമ്പനിയൊക്കെ ഒന്ന് താളം തട്ടിയിട്ടാണ് കിടക്കണം, അതൊക്കെ ഒന്ന് നേരേക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ദുബായ് വരെ പോകേണ്ടി എന്നൊക്കെ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ ആദർശ് പറയുന്നുണ്ട്, നവിയുടെ സ്വഭാവം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കില്ല, അവൾ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നമ്മൾ അവളോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയേണ്ടി വരും, അപ്പോഴാണ് അവളൊന്ന് ഒതുങ്ങുമല്ലോ എന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.